എല്ലാ കൂട്ടുകാർക്കും മായ ഗാർഡൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ചെടിയാണ് അരിസ്റ്റോലോക്കിയ പ്ലാന്റ്. ഈ ചെടിയാണ് അരിസ്റ്റോലോക്കിയ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിന് മലയാളത്തിലൊരു പേരുണ്ട്, ഉറി തൂക്കി എന്നും പറയും. കണ്ടോ, ഇതാണ് അതിൻ്റെ മൊട്ടുകൾ. ദേ വരുന്നുണ്ടോ, ഇതാണ് അതിൻ്റെ മൊട്ടുകൾ. ഇതാണ്ടോ, നല്ല രസമുള്ളൊരു ചെടിയാണ്. ബേസിക്കലി ഇതിനെ ഒരു കാട്ടുചെടി എന്നൊക്കെയാണ് ചിലരൊക്കെ പറയുന്നത്. എന്നാലും ഇതിൻ്റെ പൂക്കളുടെ ഭംഗി കൊണ്ടാണ് നമ്മളിതിനെ വളർത്തുന്നത്. കണ്ടോ, നല്ല ഭംഗിയുള്ള പൂവുണ്ടാകും. ഞാനതിൻ്റെ പൂവ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ പൂക്കൾ. ഇതിൻ്റെ വലിയ മുട്ടാണ് ഇത് കാണുന്നത്. കണ്ടോ, ഇത് ഇതിൻ്റെ വലിയ മുട്ടാണ്. ഇത് നാളെ വിരിയും. ഇത് ഇതിൻ്റെ പൂക്കളാണ്. ഒരു വെൽവെറ്റ് പാവാട പോലെ തോന്നുന്ന പൂക്കളാണിത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. യഥാർത്ഥത്തിൽ ഇതൊരു വള്ളിച്ചെടിയാണ്. കണ്ടോ, നമ്മളിതിനെ ഒരു പോട്ടിനകത്താക്കി ഇതിനെ നമ്മൾ ചുറ്റി നിർത്തിയിരിക്കുകയാണ്. ഇതാണ് ആ പ്ലാന്റ്, അരിസ്റ്റോലോക്കിയ എന്ന് പറയുന്നത്. ഡച്ച്മാൻസ് പൈപ്പ് എന്നും ഈ പ്ലാന്റിനെ പറയുന്നുണ്ട്. നമ്മളൊരു വെൽവെറ്റ് പാവാടയൊക്കെ ഇങ്ങനെ വെയിലത്ത് വിരിച്ചിട്ടിരിക്കുന്നത് പോലെയൊക്കെ തോന്നും. ഇതിൻ്റെ മുട്ടിന് നല്ല വലിപ്പമുള്ള മുട്ടുകളാണ്. ഇതേ കണ്ടോ, ഇത് കണ്ടോ, ഇത് നാളെ വിരിയുന്ന മുട്ടുകളാണ്. നമ്മൾ ആദ്യം ഇതിൻ്റെ ചെറിയ മുട്ടുകൾ കണ്ടില്ലേ. ഓക്കെ, ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ ചെടി. ഈ ചെടി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിലൊരു വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ആ ചെടി ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചെടി പരിപാലനം കൂടി പറയട്ടെ. ഇതിൻ്റെ ചെടി പരിപാലനം, അതായത് ഇതിന് ചാണകപ്പൊടി മാത്രം കൊടുത്താൽ മതി. പിന്നെ എപ്പോഴും ഒരു ചെറിയൊരു നനവുണ്ടായിരിക്കണം. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ രീതിയും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഈ വള്ളി കണ്ടില്ലേ, ഈ വള്ളി നമ്മളൊന്ന് മുറിച്ച് മണ്ണിൽ താഴ്ത്തി വെച്ചാൽ ഇതിൻ്റെ അടുത്ത ജനറേഷന് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് ധാരാളം വിത്തുകൾ ഉണ്ടാകാറുണ്ട്. ആ വിത്തുകൾ പൊട്ടിച്ചെതറിയിട്ട് ധാരാളം പൂക്കൾ ഇതുപോലെ ചെടികൾ ഉണ്ടാകും. അങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെടി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ വരാം. ബൈ.